പെണ്ണുമക്കൾക്ക് വിശേഷമായ സ്ഥാനം കൊടുത്ത കനകത്തെ പവിത്രമായ ഒരു മതമാണ് ഇസ്ലാം. പ്രചാരത്തിക്ക് പണ്ടേക്ക് മുന്നോലു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കടേക്ക് മുന്നോലു അറേബ്യൻ സാമ്രാജ്യത്തില് സ്വന്തം ചോര കൊണ്ട് പറഞ്ഞത് പെണ്ണുകിടാവാണെങ്കിൽ ജീമത്തോടു കൂടി ഗുളിയെടുത്തിട്ട് പൂത്തുര കനിക്കത്തെ ഒരു സ്വഭാവം ഇന്ന് പൈശാചിക സ്വഭാവം ഇന്ന കനിക്കത്തെ ആളുമാരെ നടുലു. പെണ്ണ് വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു ജീമാശുള്ളെതിരെ ലോകത്തേക്ക് സാരിട്ട് മനസ്സിലാക്കി കൊടുത്ത കനിക്കത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നിഷേധിക്കപ്പെട്ട കനിക്കത്തെ പെണ്ണ് വെറും ഒരു പുരുഷന്റെ ആഗ്രഹം തീർത്തു കൊടുക്കണ മാത്രം ഒരു വസ്തുവായിട്ട് ഒരു ജീവമായിട്ട് കണ്ട കനിക്കത്തെ പെണ്ണുമക്കളെ ഈ സമുദായത്തിൽ ആണുങ്ങൾക്ക് ഏത് സ്ഥാനമാനമുണ്ട് അതുപോലെ പെണ്ണുമക്കൾക്കും സ്ഥാനമാനം കൊടുക്കണോ ചൊന്ന് പടിപാട്ടിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്തൊക്കെ യാറ് ചൊല്ലണു? ഒരു പെണ്ണുക്ക് സ്വന്തം ബാപ്പൽ നിന്നിട്ട് കിട്ടേണ്ട ഒരു അവകാശവും നിഷേധിക്കപ്പെട്ട സമയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിത്രാർജിത സ്വത്ത് ഒരു ബാപ്പയുടെ സ്വത്ത് ഓതിയാക്കുമ്പോഴത്തേക്കു പെണ്ണുക്ക് പോലും അവകാശമുണ്ടോ ചെന്ന് പടിപാട്ടി കനിക്കത്തെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇണ്ട് ചില ബുദ്ധിജീവികൾ, ചില തത്വജ്ഞാനികൾ ഇസ്ലാമുടെ ആദർശത്തെ മനസ്സിലാക്കാണ്ട് പെണ്ണുമക്കളുടെ സ്വാതന്ത്ര്യം നിഷേധാക്കട്ടെ കനിക്കത്തെ മതമാണ് പരിശുദ്ധ ഇസ്ലാം ചൊന്നിട്ടു. ഇസ്ലാമുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കനിക്കത്തെ സാഹചര്യത്തില് എന്റെ പിരിസപ്പെട്ട സഹോദരിമാരൊട്ടിക്കുന്ന ഒരു പെണ്ണുക ഉള്ള എല്ലാ അവകാശവും പെണ്ണുകുള്ള സ്വാതന്ത്ര്യവും പൂർണ്ണമായ ഭദ്രതയും കൊടുത്ത മതം ലോകത്തിലുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമോ മാത്രം ചൊന്നെങ്കിലും തപ്പാവാല. ആധുനിക ലോകത്തിൽ വൈദ്യകീയ ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും വിജ്ഞാനം ഇത്തരക്കും മുൻതുവരഞ്ഞ കനിക്കത്തെ ഈ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമുടെ ഓരോ നിബന്ധനകളെ മനസ്സിലാക്കിയിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഇസ്ലാം ഈ നിയമത്തെ ചൊന്നിട്ട് പടിപാട്ടിരേണ്ട ലോകത്തുള്ള വലിയ വലിയ വിജ്ഞാനിമാർ കണ്ടുപിടിക്കുമ്പോഴത്തൂ അതിലും ഇസ്ലാം പെണ്ണുമക്കൾക്ക് വിധിച്ച കനിക്കത്തെ ചില നിയമാവലികളെ പെണ്ണുമക്കളുടെ വിഷയത്തിൽ ഇസ്ലാം ചൊന്ന ചില കട്ടുനിട്ടായ നിർദ്ദേശനത്തെ സംശോധനാക്കിയ കനിക്കത്തെ വിജ്ഞാനിമാർ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരായ എംബ്രോളജിസ്റ്റ് അതല്ലെങ്കിൽ ഭ്രൂണശാസ്ത്ര തജ്ഞന്മാർ പോലും ലോകത്തിൽ ഏറ്റവും ശുദ്ധമുള്ള കനികത്തെ ചാരിത്രം നഷ്ടപ്പെടാത്ത കനികത്തെ അതല്ലെങ്കിൽ ശരീരത്തിൽ ഒരു രോഗവും ബാധിക്കണോ സാധ്യമില്ലാത്ത കനികത്തെ സുരക്ഷിതമായ ശരീരത്തെ ആരോഗ്യത്തെ ഒന്നുര കനിക്കത്തെ ഒരു ജീവിയുണ്ടെങ്കിൽ ഒരു മതമുണ്ടെങ്കിൽ അത് മുസ്ലിമത്തായ പെണ്ണുമക്കളുണ്ട്. ഭ്രൂണശാസ്ത്ര തജ്ഞന്മാർ പോലും ഇസ്ലാമിന്റെ നിയമങ്ങളെ കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തെ ഒന്നും എടുത്തു ചെന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അത് പെണ്ണു കൊടുത്ത സ്ഥാനമാനമാണ്. അള്ളാഹുടെ മതമായ പരിശുദ്ധ ഇസ്ലാം അള്ളാഹുടെ മതമായ പരിശുദ്ധ ഇസ്ലാം പെണ്ണുമക്കൾക്ക് കൊടുത്ത കനിക്കത്തെ സ്ഥാനമാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണുമക്കൾക്ക് ദുനിയാവിലും മാത്രമല്ല സ്ഥാനമാനം കിട്ടേണ്ടത്, അവകാശങ്ങൾ ദുനിയാവിലും മാത്രമല്ല പെണ്ണുക ഒരു ചെലവിന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നോക്കൂ, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്തിൽ സ്വന്തം പെണ്ണ് എത്ര വില സ്വത്തിനവളാണെങ്കിൽ പോലും അവളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനായത് അവളുടെ മാപ്പിളയാണ്. അബ്ബ ഇന്ന ആളാണെങ്കിൽ പെണ്ണ് മംഗലാവിടേക്ക് മുന്നോലു ആ പെണ്ണിന്റെ ബാപ്പയാണ്. പെണ്ണ് കൊടുക്കണ്ട. പെണ്ണുക്ക് സ്വത്തുണ്ട് എങ്കിലും പെണ്ണ് കൊടുക്കണ്ട. അതേ സമയം ഒരു പെണ്ണ് മരണപ്പെട്ടു പോയെങ്കിൽ ആ പെണ്ണിന്റെ മയ്യത്തിലെ കഫണു തുണിയായിട്ട് പെണ്ണിന്റെ സ്വത്തിൽ നിന്ന് എടുക്കുന്നുണ്ടില്ല. ആ പെണ്ണുക്ക് മാപ്പിള ഇന്നെങ്കിൽ ആ മാപ്പിളയാണ് അതിനെ ചെലവാക്കേണ്ടത്. ഒരു പെണ്ണ് സ്വന്തം കിടാവുക മുല കൊടുക്കില്ലാണ്ട് ചെന്നെങ്കിൽ പോലും ആ കിടാവുക മുല കൊടുക്കണ പൈസ കൊടുത്തിട്ട് ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ അതിന്റെ ചെലവും ഏറ്റെടുക്കണായത് ആ പെണ്ണ് പ്രസവത്തിന് കാരണമായ കനിക്കത്തെ സ്വന്തം ഭർത്താവാണ്, മാപ്പിളയാണ്. ഒരു ചെലവും പെണ്ണുകില്ല. പെണ്ണിന്റെ വിദ്യാഭ്യാസത്തെ ഏറ്റെടുക്കണായത് പെണ്ണിന്റെ ബാപ്പയാണ്. പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുക്കണായത് പെണ്ണിന്റെ ബാപ്പയാണ്. ആ പെണ്ണ് പ്രായപൂർത്തിയായിട്ട് മങ്ങിലാക്കി കൊടുത്താൽ പിന്നെ ആ പെണ്ണിന്റെ എല്ലാ ജവാബ്ദാരിയും സംരക്ഷണയും ഏറ്റെടുക്കേണ്ടത് ആ പെണ്ണിന്റെ ഭർത്താവാണ്, മാപ്പിളയാണ്. അവളുടെ സകല ചെലവും ആ പെണ്ണിന്റെ സകല ചെലവും ആക്കേണ്ടത് ആ പെണ്ണിന്റെ ഭർത്താവാണ്.
എത്രത്തോളം ചൊന്നെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പെണ്ണുക ഒരു ചെലവും ഇല്ലാ ചൊന്ന് പടിപാട്ടിട്ട് എന്നിട്ട് പോലും ആ പെണ്ണിടെ ബാപ്പയുടെ സ്വത്തിനെ ഓഹരിയാക്കുമ്പോത്തുകൂ പെണ്ണുകും അതിൽ അവകാശം കൊടുക്കണു. പെണ്ണുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പെണ്ണുക ഇഷ്ടമുള്ള ചെലവാക്കണക്ക് വേണ്ടിയിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ആ പെണ്ണുക ജീവിക്കണക്ക് വേണ്ടി എന്താവശ്യമുണ്ട് ആ ചെലവുക പേഴ്സണൽ ചെലവുക മാത്രം ആ പെണ്ണുക്ക് പരിശുദ്ധ ഇസ്ലാം സ്വത്തിനു പോലും അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വത്തിലുള്ള അവകാശത്തെ നിഷേധിക്കപ്പെട്ട കനിക്കത്തെ അറേബ്യൻ സാമ്രാജ്യത്തില് പെണ്ണുക ജീവിക്കണുക മാത്രമല്ല സ്വന്തം ബാപ്പയുടെ സ്വത്തില് പോലും അവകാശമുണ്ട്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണ് നാളെ ദുനിയാവില് മാത്രമല്ല ദുനിയാവിലുള്ള അവകാശങ്ങൾ മാത്രമല്ല അല്ലാഹുടെ ആഖിറത്തിൽ പോലും പെണ്ണ് പരാജയപ്പെട്ടു പോണുക തീരാ. മോളെ ദുനിയാവിൽ നിനക്ക് എത്ര ഭദ്രത തന്നിട്ടുണ്ടെങ്കിലും ദുനിയാവിൽ എന്ത് സ്ഥാനമാന തന്നിട്ടുണ്ടെങ്കിലും ദുനിയാവിൽ നിന്നെ സംരക്ഷിക്കണക്ക് വേണ്ടിയിട്ട് നിന്റെ അഭിമാനവും നിന്റെ പ്രാണവും നിന്റെ മാനവും എല്ലാം രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഇസ്ലാം എന്തെല്ലാം അനുഷ്ഠിക്കണക്ക് വേണ്ടിയിട്ട് ഇസ്ലാം എന്തെല്ലാം നിയമാവലികൾ കൊണ്ടുവന്നറ ആ പെണ്ണിടെ നാളെ ആഖിറത്തിലും ഖബറിലും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ഒരുപാട് നിയമങ്ങൾ ചൊന്നു തന്നല്ലേ മോളെ. ഒരുപക്ഷേ ഞങ്ങളെ പെണ്ണുമക്കളെ മനസ്സിലായി പോവോ ഇസ്ലാം ഞങ്ങളെ സ്വാതന്ത്ര്യത്തിന് ധക്കയാക്കിയിട്ടുണ്ടോ? ഇസ്ലാം ഞങ്ങളെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടുണ്ടോ? ഫർദ ധരിക്കാണ്ട് പുറത്തു പോണുക തീരാ. ഒരാളെ മുന്നലും ഔറത്ത് കാട്ടി നടക്കണുക പാടില്ല. പരസ്യമായിട്ട് അല്ലാഹുടെ ഭവനത്തിൽ 5 നേരം ബാങ്ക് വിളിച്ചതുപോലെ പെണ്ണ് സ്വന്തം മൗത്തിരവുൾക നിസ്കരിക്കുമ്പോഴത്തുക പോലും ബാങ്ക് കൊടുക്കൽ സുന്നത്തില്ല. അള്ളാഹുടെ ദീനുക അള്ളാഹുടെ ഭവനത്തിൽ 5 നേരത്തെ ബാങ്ക് കൊടുക്കുമ്പോഴത്തുകോ പള്ളിയിലെ 1-ാമത്തെ സഫ്റ് നിന്റെ നിസ്കരിച്ചത് കൊള്ള പ്രതിഫലത്തെ അള്ളാഹുടെ റസൂൽ ചൊല്ലുമ്പോഴത്തുകോ എല്ലാ സ്വഹാബത്തും മദീനത്തെ പള്ളിക ഓടി പോകുമ്പോഴത്തുകോ അള്ളാഹുടെ റസൂൽ ചൊല്ലു പെണ്ണ് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന നീന പള്ളിക വരണ്ട പെണ്ണ് നീന നിന്റെ സ്വന്തം മൗത്തിരവുൾക നിസ്കരിക്കണോ? പള്ളിക വരണകൊല്ല സ്വാതന്ത്ര്യം പോലും ഇസ്ലാം നിഷേധിച്ചില്ലേ. ഔറത്ത് കാട്ടി നടക്കണു പോലും ഇസ്ലാം ഒരു പെണ്ണുക അനുവാദം കൊടുക്കില്ല. ഈ നിയമത്തെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള പെണ്ണ് പഴയ കാലത്തെ വയസ്സന്മാരായ പെണ്ണുങ്ങളെ ഏതെങ്കിലും ഒരു ആണുങ്ങളെ കാണുമ്പോ ഒഞ്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് വയസ്സര പെണ്ണുങ്ങള് ഒരു അന്യ പുരുഷന്റെ കാണുമ്പോ കാലിയങ്ങ ഇടീ ശരീരത്തെ മൂടിയിട്ടിന്നെങ്കിൽ പോലും ആണുങ്ങളെ എതിരള് നടക്കണുക നാണക്കേടാവൂടൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതിലക ചാരി നിണ്ടല്ലേ മോളെ. പെണ്ണുങ്ങള് പഴയ കാലത്ത് ഞങ്ങളെ ഉമ്മമാറ് ഞങ്ങളെ വലിയമ്മമാറ് നടക്കുന്ന സമയത്തിൽ മാർഗത്തിൽ ഒരു ആണ്ട് കണ്ടെങ്കിൽ സമ്പൂർണ്ണ ഔറത്തിനെ മറച്ചിട്ടിരുന്നെങ്കിൽ പോലും ഒരു മതിലഡായിട്ട് നിൽക്കും. അങ്ങ് പോയാൽ പിന്നെ നടന്നു പോകണ്ടേ. വല്ലാതെ നാണക്കേടാണ്. ഞങ്ങളെ ഇപ്പത്തെ പെണ്ണുമക്കള് എത്ര 1000 ആൾ മാറിയെന്നെങ്കിൽ എക്സ്ക്യൂസ് മീ ചൊന്നിട്ട് അങ്ങനെ ഇറക്കാക്കിയാണ് ചെയ്ത് പോയിരുവാറ്. അതേ കാരണം പെണ്ണുമക്കൾ ചൊല്ലുവാർ ഉസ്താദ് അത് പണ്ടത്തെ പെണ്ണുങ്ങൾക്കുള്ള വിദ്യാഭ്യാസം അല്ല തങ്ങ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. എന്തുകൊണ്ട് അങ്ങ് ആണികൾ എതിരെ നടക്കണ ധൈര്യം വന്നില്ല. ഞങ്ങൾ ഇതിന്റെ ധൈര്യമുള്ള ആൾമാര് അല്ല മോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു പഴയ കാലത്തെ പെണ്ണുങ്ങൾക്ക് അന്യ ആണികളെ എതിരെ പറഞ്ഞുകൊള്ള ധൈര്യമില്ലാണ്ടാവണുകോ അല്ലാഹുടെ പേടിയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നേ അല്ലാഹുടെ റസൂൽ ചൊല്ലുടു ഒരു കറുത്ത പെണ്ണിടെ കാട്ടിട്ട് അല്ലാഹുടെ റസൂൽ ചൊല്ലുടു അല്ലാഹുടെ സ്വർഗ്ഗത്തെ പെണ്ണാണ് സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനായ അത്വാ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ടിಗೆ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഗൽഭനായ ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു അതായേ അലാ ഉരീകം റഅതം മിൻ അഹ്ലിൽ ജന്ന അല്ലാഹുടെ സ്വർഗ്ഗത്തുക്ക് പോകേണ്ട കൻകെത്തി അല്ലാഹുടെ സ്വർഗ്ഗത്തുക്ക് പോകേണ്ട ഒരു പെണ്ണികളെ നാണ് കാട്ടിത്തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുമ്പോ അത്വാ റളിയല്ലാഹു അൻഹു ചൊല്ലുടു ബലാ അല്ലാഹുടെ സ്വർഗ്ഗത്തുക്ക് പോകേണ്ട പെണ്ണിനെ നാക്കൊന്ന് കാട്ടിത്തരണോ. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ 10 സ്വഹാബത്തിനെ പേര് വിളിച്ചില്ലേ? അല്ലാഹുടെ റസൂൽ ധാരാളം സ്വഹാബത്തിനെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത ചൊന്നതില്ലേ? എങ്കിൽ നബി തങ്ങൾ എവിടെയും പെണ്ണികളെ
സ്വർഗം കൊണ്ട് എണ്ണിയതില്ല. സ്വർഗത്തെ നേതാവായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാരെ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നിട്ടില്ലെങ്കിൽ പോലും പരസ്യമായിട്ട് സ്വഹാബത്തിനെ ചൊന്നതുപോലെ എവിടെയും പെണ്ണുങ്ങളെ ചൊന്നില്ല. അപരൂപത്തിൽ ചില ഹദീസുകളിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിട്ടില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടോ, അല്ലാഹുവിന്റെ സ്വർഗത്തേക്ക് പോണ്ട ഒരു പെണ്ണിനെ കാട്ടി തരട്ടാ. അത്വാ റളിയല്ലാഹു അൻഹു കാട്ടി തരണോ ചൊല്ലുമ്പോ തൂകു അല്ലാഹുവിന്റെ റസൂൽ ശിഷ്യനു ചൊല്ലുടോ, ആദിഹിൽ മർഅതു സൗദാ, ഈ കറുകറുത്ത പെണ്ണാണ്. ആ പെണ്ണെ അല്ലാഹുവിന്റെ റസൂൽ മുന്നോലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്തേക്ക് വന്നു ചൊല്ലുടോ, യാ റസൂലല്ലാഹ്, ഞാനൊരു രോഗിയാണ് നബിയേ, ഞാനൊരു രോഗമുള്ള പെണ്ണാണ് നബിയേ. ഈമാനുള്ള മുസ്ലിമീങ്ങളെ ഒന്ന് ചിന്തിക്കണോ? മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഇടീ പ്രപഞ്ചത്തിലുള്ള മനുഷ്യന്മാർ ഉംറത്തുക പോണുക പോലും അവകാശം നിഷേധിച്ച കാലമല്ലേ, സൗദിക്ക് പോണുക പോലും അവകാശം നിഷേധിച്ച കാലമല്ലേ. അത് കൊല്ല കാരണം ഒരു സീക്രട്ട് കൊല്ല പേടിയാണ്. അള്ളാഹു ഇറക്കകനികത ഒരു മുസീബത്തിനെ ഇത്തരക്കും പേടിയാണെങ്കിൽ അള്ളാഹുടെ അദാബിനെ പേടിയില്ല പെണ്ണ്, അള്ളാഹുടെ മുസീബത്തിനെ പേടിയാവില്ല പെണ്ണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്യുക പോലും ഒരു മുസ്ലിമുക്ക് പേടിയാ അവിടെ കാലഘട്ടമല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്തേക്ക് വന്നിട്ട് ഒരു പെണ്ണ് ചൊല്ലുമ്പോത്തുകോ, ഞാനൊരു രോഗിയാണ് നബിയേ, ആ രോഗ കാരണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപർത്തപ്പി പൂന്ന് പോണ്ട നബിയേ, ഫിഡ്സ് പോലോത്ത അപസ്മാര പോലോത്ത രോഗമാണ് നബിയെ എന്നൊക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ രോഗം ശിഫയാവണക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിരട്ടിക ചൊല്ലോടു, മോളെ, നാണ് തുറന്നെങ്കിൽ നിന്റെ രോഗം ശിമറാവോ, നാണ് തുറന്നെങ്കിൽ നിന്റെ രോഗം ശിഫയാവോ. ആ രോഗം നിക്കുള്ളതോടുകൂടി ആ രോഗം സുമറാവിടെ വേണ്ട. അല്ലാ, നീ തന്ന രോഗത്തേക്ക് നാന് സബറെടുക്കര അല്ലാണ്ട് നീന് ചൊല്ലുടെങ്കിൽ അല്ലാഹുടെ സ്വർഗമുണ്ട് പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് ചൊല്ലുമ്പോത്തുകോ ആ പെണ്ണു ചൊല്ലുട വേണ്ട നബിയേ, നിന്റെ രോഗം സുമറാവിടെ വേണ്ട നബിയേ. കാലി ഒരു ചെറിയ തലനൊമ്പല പറമ്പത്തുകൂ, എന്ത് ഹലാക്കടെ തലകുത്തോണ്ട് ചൊല്ലുടെ പെണ്ണുങ്ങളില്ലേ, തിങ്ങൾ കുറുക്ക കുളിക്കണുകാമ്പത്തുകു ഒരു ബയറുനൊമ്പല പറമ്പത്തുകൂ, എന്ത് ഹലാക്കടെ ബയറുനൊമ്പലാണ്ട് ബയറുനൊമ്പലത്തെ ശാപം ഭീകര പെണ്ണുങ്ങളില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ മോളെ, ഈമാനുള്ള ഒരു മനുഷ്യനക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് സീഖുണ്ടെങ്കിൽ ചെറിയ ഒരു മനസ്സുകൊള്ള ബേജാറ് ഉണ്ടെങ്കിൽ പോലും നിന്റെ കാലടിക്കൊരു ചെറിയ ഒരു നാച്ചികരെ മുള്ളു തറക്കെടുങ്കിൽ പോലും അല്ലാഹു നിക്ക് തന്റെ റഹ്മത്താണ്. നിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരണുക വേണ്ടിയാണ് നിക്ക് ബുദ്ധിമുട്ട് തണ്ടേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ഈമാനുള്ള മനുഷ്യനക്ക് വേണ്ടി എത്ര ചെറിയ രോഗമാണെങ്കിലും കാലടിക്ക് തറക്കട ചെറിയ ഒരു മുള്ളുടെ നൊമ്പലമാണെങ്കിലും നിന്റെ ദോഷം കുറക്കണുക വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്തിൽ ആ പെണ്ണുങ്ങൾ ചൊല്ലുടു, തന്റെ രോഗം സുമറാവിടെ വേണ്ട നബിയേ, പക്ഷേ നബിയേ അല്ലാഹുടെ സ്വർഗം നക്ക് മയ്യാവോ, അതേ നിന്റെ ഔറത്ത് കാണ്ടല്ല നബിയേ. നിന്റെ ശരീരം നാൻ ഹബറത്തപ്പി പോകുന്ന സമയത്തിൽ പിന്നൊരാൾ നിന്റെ തടിര് നോക്കൂടല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തിരക്ക് നിന്റെ ശരീരത്തെ പിന്നൊരാൾ നോക്കൂടാറല്ലേ ചൊല്ല ബേജാറ് പ്രകടിപ്പിക്കുമ്പോ തൂകൂ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, പടച്ചോനെ, ഈ പെണ്ണിന്റെ ശരീരത്തെ ഒരാൾ മുന്നിലും വെളിവാക്കണ്ട അല്ലാ, ഈ പെണ്ണിന്റെ ഔറത്തിനെ ഒരാൾ മുന്നിലും വെളിവാക്കണ്ട അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് ചൊല്ലുടു, ആ പെണ്ണ് അല്ലാഹുടെ സ്വർഗത്തിന്റെ പെണ്ണാണ്. എന്തുകൊണ്ട് പെണ്ണെ, സ്വന്തം ശരീരത്തെ പിന്നൊരാളെ മുന്നോട്ട് കാട്ടിക്കൊടുക്കാതെ അപരതപ്യ സമയത്തിൽ പോലും തന്റെ ശരീരത്തെ പിന്നൊരാൾ നോക്കണു തീരാച്ചൊന്നു ഖേദം പ്രകടിപ്പിച്ച പെണ്ണുണ്ടല്ലേ. അല്ലാഹുടെ സ്വർഗത്തുക പോണ്ട സ്ഥാനത്തെ പടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാലകർത്തി പെണ്ണ് മുഖ തുറന്ന് കോളേജ് പോകുമ്പോഴത്തേക്കും നാണക്കേടാവില്ല. ഈമാനുള്ള പെണ്ണുങ്ങളെ ഓരോ മഖാമുക്ക് പോകുമ്പോൾ
പോകുമ്പോഴത്തേക്ക് പോലും ഉറൂസിന്റെ പേരിൽ പോകുമ്പോഴത്തേക്കോ അള്ളാഹുടെ നല്ല 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 അള്ളാന്റെ ഓർക്കുടെ മജ്‌ലിസിക്ക് പോകുമ്പോഴത്തേക്കോ മുഖ തുറന്ന് പോയില്ല പെണ്ണ്. അള്ളാഹുടെ മുന്നിൽ നിസ്കരിക്കണക്ക് നിൽക്കുമ്പോഴത്തേക്കു നീനെ അള്ളാന്റെ മുന്നിൽ നിസ്കാരത്തിന് നിൽക്കുമ്പോഴത്തേക്കു നിന്റെ മുഖം മറക്കൽ കറാഹത്തല്ലേ? നിന്റെ മുഖവും മുങ്കയും തുറന്നിട്ടല്ലേ നീ നിസ്കരിക്കണായത്? പക്ഷേ നീ നിസ്കരിക്കുന്ന സമയത്തെങ്കാലും ഒരു അന്യ പുരുഷൻ നിന്റെ നോക്കുറാണ്ട് കണ്ടെങ്കിൽ നിന്റെ മുഖം മറക്കൽ നിർബന്ധമാ. കറാഹത്താണ് മുഖമറക്കൽ, നിസ്കാരത്തിൽ മുഖമറക്കൽ കറാഹത്താണ്. പക്ഷേ നീ നിസ്കരിക്കണോ നിന്റെ സമയത്തിൽ ഒരു അന്യ പുരുഷൻ മീത്ത് നിന്റെ നോക്കുറാണ്ട് കണ്ടെങ്കിൽ നിന്റെ നിസ്കാരത്തിൽ പോലും മുഖമറക്കൽ നിർബന്ധമാൻ. ആ ഇബാദത്തിൽ പോലും അന്യ പുരുഷന് നിന്റെ കാണുക തീരാണ്ട് പഠിപ്പാട്ടിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ പെണ്ണുക്ക് സ്വാതന്ത്ര്യം നിഷേധാക്കിയിട്ട് അത് പെണ്ണൊരാളെ മുന്നിൽ മുഖം അല്ല പെണ്ണിടെ സംരക്ഷിക്കണക്ക് വേണ്ടിയാണ്, പെണ്ണിടെ രക്ഷപ്പെടുത്തണക്കും ആ പെണ്ണിടെ എന്ത് ചൊല്ല ആ പെണ്ണിടെ എന്തിനെ കൊണ്ടുണ്ടാവില്ലേ സേഫ് ആക്കണക്ക് വേണ്ടിയിട്ടാണ്, ആ പെണ്ണിടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൊണ്ടുണ്ട് ബുദ്ധിയുള്ള ആൾമാർ കൊന്നു എൻ്റെ ഉദാഹരണം അയ്യാവും. ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് നിപ്പാട്ടിയിട്ട് ഫൈൻ ഇട്ട് ഞങ്ങളെ മേൽ കേസ് ചാർജ് ആക്കുക. യഥാർത്ഥത്തിൽ ബൈക്ക് ഞങ്ങളിത് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയിട്ട് എവിടെയെങ്കിലും കുത്തിയെങ്കിൽ ജീമ പോണ്ടേ ഞങ്ങളിത് ഇൻഷുറൻസ് ഇന്നില്ലെങ്കിൽ പൈല അവിടെ ഞങ്ങമേ നഷ്ടം ഞങ്ങൾക്ക്. എന്നിട്ട് പോലും ഞങ്ങൾ കൊടുത്ത പൈസത്തിൽ ഞങ്ങളുടെ ബൈക്കിൽ ഞങ്ങളെ ഇഷ്ടത്തിനനുസാരം ഞങ്ങൾ ഓടുപാട്ടുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ബൈക്കാണ്ട് പോയെങ്കിൽ ഞങ്ങളെ മേൽ കേസ് ഇടണോട്ട് കണ്ടെങ്കിൽ എന്ത് അധികാരമാണ് ഞങ്ങൾക്കുള്ളത്? എന്റെ അധികാരമാണ്, എന്റെ അധികാരത്തിന്റെ പേരിലാണ് ഞങ്ങളെ ജീവത്തെ രക്ഷപ്പെടുത്തുന്ന ചൊല്ല ജവാബ്ദാരിയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഉള്ള ഭരിക്കടക്കണിക്കത് ഗവൺമെന്റിക്ക്, ഇവിടെ ഉള്ള ഭരണം നടത്തിടക്കണിക്കത് ഗവൺമെന്റിക്ക്, ഇവിടെ ഉള്ള ഓരോ മനുഷ്യന്മാരെ ജീവത്തെ സംരക്ഷിക്കുന്ന ചൊല്ല ജവാബ്ദാരി ഉള്ളത് കൊണ്ടിട്ടു ഹെൽമെറ്റ് നീ ഇട്ടില്ലെങ്കിലും നിന്റെ നിപ്പാട്ടി കേസ് ഇട്ടിട്ട് നിന്റെ ഹെൽമെറ്റ് ഇടിപ്പാട്ടെ നിന്റെ തലയോടും പൊട്ടിപ്പോണു തീരാ ചൊന്നിട്ടാണ്. കാറിൽ പോകേണ്ട ആൾമാർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അങ്ങനെ കേസ് ചാർജ് ആക്കടേ, അങ്ങനെ ഫൈൻ ഇടേ, അങ്ങനെ മേലെ ആക്ഷൻ എടുക്കരുത്. കാരണം സീറ്റ് ബെൽറ്റ് ഇടാണ്ട് എവിടെയെങ്കിലും നീ അപകടത്തിൽ പെട്ടിട്ട് മരണപ്പെട്ടു പോകണു തീരാ ചൊന്നിട്ടാണ്. സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയിട്ട് ഇവിടെ മറിച്ചു പോയി രണ്ട ആക്സിഡന്റ് ആയെങ്കിൽ പോലും നിന്റെ തടിക്ക് ചുമ തടിയാവണക്ക് തീരാ നീ സീറ്റ് ബെൽറ്റ് ഇടണു. ഞങ്ങളെ കാറ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ജീവ പോണ്ടേ ഞങ്ങളെ പിന്നൊരാളെ ജീവ പോണ്ടേക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം ഞങ്ങളെ ജീവ പോണ്ടേക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ മേൽ കേസ് ഇടാറ്. അതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, നിന്റെ ശരീരത്തെ കാക്കുന്നതിന് വേണ്ടിയിട്ട് ഔറത്ത് മറക്കണു അല്ലാഹുവിന്റെ ഖുർആൻ ചൊന്നിട്ടില്ലെങ്കിൽ ഈമാനുള്ള പെണ്ണ് നിന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കണു വേണ്ടിയല്ല മോള്. ഇനി ഒന്ന് നോക്കണു, ചെറിയ മക്കള് ഔത്തര ജാലില് സീറ്റോട്ടു ഇത്തരം മണ്ണ് കൊണ്ട് വന്നിട്ട് കളിക്കില്ലേ? കടലാസ് പോലെ അതല്ലെങ്കിൽ കടലാസിനെ പറിച്ചിട്ട് പൈസാക്കിയിട്ടും ചെറിയ ചെറിയ ഇരട് ഗുണ വന്നിട്ട് പൈസാക്കിയിട്ടും മക്കൾ കളിക്കുമ്പോ തുകൂ ആ ഔത്ത ഉൽഗവും ഔത്തപ്പുറത്ത് സീറ്റൗട്ടിലും എത്ര കാട്ടായെങ്കിലും എത്ര ഗലീജായെങ്കിലും ഉമ്മയും ബാപ്പയും സഹിക്കില്ലേ? കാരണം കിടാവു കളിക്കുണുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ആ കിടാവു കളിക്കുണുക്ക് വേണ്ടി, ആ കിടാവിടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കിടാവു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് മണ്ണിൽ കളിക്കുണുക്ക് പൊട്ടില്ലേ ഉമ്മ, മണ്ണിൽ കളിക്കുണുക്ക് പൊട്ടില്ല ബാപ്പ. അതേ സമയത്ത് ആ കിടാവ് മീത്ത് എറുമ്പ് കിട്ടക്കനക്കത ഒരു പൊടിയിൽ കളിക്കുമ്പോ കിടാവ് പുൽപുട്ടെങ്കിൽ പോലും കിടാവുടെ കൈയുടെ എറുമ്പുടെ പൊടി വലിച്ചെറിച്ച് എറിഞ്ഞില്ലേ? കിടാവുടെ കൈകളിಗೆ ഉൾക കൊണ വന്നില്ലേ? പൊടി കളിക്കണക്ക് വേണു. കിടാവ് പുൽപുട്ടെങ്കിൽ പോലും കിടാവുടെ ഉമ്മ പൊടി കൊടുക്കണക്ക് തയ്യാറല്ല. എന്റെ കാരണം മണ്ണിൽ കളിക്കണക്ക് പൊട്ട ഉമ്മ മണ്ണിൽ കളിച്ചെങ്കിൽ എറുമ്പടെ പൊടിയിൽ കളിക്കണക്ക് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ കിടാവുടെ ജീവത്ത് കപ്പായ വന്നു പോയിരു. അപ്പൊ കിടാവുകളുടെ സ്വാതന്ത്ര്യം, കിടാവുടെ സ്നേഹം, ആ കിടാവുടെ ജീവം സംരക്ഷിക്കണോ? ആ കിടാവുടെ ജീവം സംരക്ഷിക്കണക്ക് വേണ്ടി ആ കിടാവുടെ ചിലപ്പോ ശിക്ഷിക്കേണ്ട കിടാവുക്ക് തോന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് കിടാവുടെ സംരക്ഷണമാണ്. അതുകൊണ്ട് ഈമാനുള്ള പെണ്ണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമാവലികൾക്ക് നീ ബദ്ധമായി ജീവിക്കാണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ഒരു പെണ്ണ് നല്ല എങ്കിലേ ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ. ಕನ್ನಡದಲ್ಲಿ പോലും ചൊന്ന ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ. എവിടും ഗണ്ടൊന്ന് കലിത്തര ശാല എന്ന് തെരതെന്തിട്ടില്ല. ഗണ്ട് പഠിച്ചെങ്കിൽ ഏരി പോയെങ്കിലും മാർക്കറ്റിൽ മീൻ വിൽക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നാക്കും. അതേ സമയത്തിൽ ഒരു പെണ്ണ് പഠിച്ചെങ്കില ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ. ಮನೆಯೇ ಮೊದಲ ಪಾಠಶಾಲೆ ಅല്ലേ? ಮನೆಯೇ ಮೊದಲ ಪಾಠಶಾಲೆ.
എന്നിട്ട് ಆ ಮನೆ ಮೊದಲ ಪಾಠಶಾಲೆ ಆವಣಿಗೆ 6 ಬೇಣು ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆ ಎಂದು ತೆರೆದಂತೆ തുറക്കപ്പെട്ട ഒരു ಶಾಲೆ ഔത്തെ ഉൽഗ ಬೇಣು എങ്കിലാണ് ആ മನೆ പാഠശാല അവിടെ ആ മനെ പാഠശാല ആവണമെങ്കിൽ സ്വന്തം മക്കൾ ഉമ്മകും ബാപ്പകും ഉപകാരത്തിന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണമെങ്കിൽ ആ പെണ്ണ് നല്ലവനോ സുബ്ഹാനല്ലാ ഒരു പെണ്ണ് നല്ല ഇത് കണ്ടെങ്കിൽ ആ ഔത്തെ ഉള്ള ബർക്കത്തുണ്ടോ ആ അവത്തെ ഉള്ള ഓരോ ആളുമാരും സ്വന്തം മാപ്പിളെ പോലും ചിലപ്പോൾ നല്ലായി പോ ആ പെണ്ണിടെ ഉമ്മ ബാപ്പ നല്ലായി പോ ആ പെണ്ണിടെ നിരക്കര നല്ലായി പോ ആ കുടുംബം നല്ലായി പോ ആ രായമേ നല്ലായി പോവൂ ഇടീ സമുദായം നല്ലായി പോ അതേ ഒരു പെണ്ണിന്റെ സ്വഭാവം ഇത് ദുഷിച്ചു പോയി കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഔത്തെ ഉൾക നെമ്മതിയില്ല ആ നിരല് നെമ്മതിയില്ല ആ കുടുംബത്തിൽ പോലും നെമ്മതിയില്ല അല്ലേ ഒരു പെണ്ണ് നല്ല ഇതിന്റെ കണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ റഹ്മത്താണ് വലിയ ഗുണമാണത് ഒരു പെണ്ണ് നല്ലെങ്കിൽ എത്ര ആൾമാർ ചൊല്ലുകൊണ്ട് സുബ്ഹാന ബിരുദർ വന്നെങ്കിൽ അവന്റെ ആ പോക്കൊരു ഭയങ്കര സ്വഭാവഭാവം അവന്റെ പലക്ക വരുന്നെങ്കിൽ ഒരു കൊശിയാവ് ചൊല്ലില്ല നേരെ മരിച്ചിട്ട് ആ ഐസമ്മയുടെ എന്ത് നല്ല സ്വഭാവഭാവം എന്ത് പലക്ക മാഷല്ലേ ആ ഔത്തുക്ക് പോണെങ്കിൽ ഒരു കൊശിയാവുണ്ട് അങ്ങനത്തെ ഒരു നല്ല സ്വഭാവക്കാർത്തി ഒരു ഔത്തുണ്ടെങ്കിൽ ആ ഔത്തുക്ക് പിന്നൊരാൾ പറഞ്ഞുക പോലും ഇഷ്ടപ്പെടാറ് എന്റെ കാരണം അവിടെ ഒരു നല്ല സ്വഭാവത്തെ പെണ്ണുള്ള ആള് പോയെങ്കിൽ സുധരിക്കട്ടെ കണക്കത് പെണ്ണുള്ള ആള് പരിശുദ്ധ ഇസ്ലാം പടി പാട്ടിയതാ അല്ലേ ഒരു പെണ്ണിന്റെ സ്വഭാവം നല്ല എങ്കിൽ ആ പെണ്ണിന്റെ അവിടുത്തെ കുടുംബക്കാർ പോലും ചൊല്ലു സുബ്ഹാനല്ലാഹ് നല്ലൊരു പെണ്ണ് മാഷാ അല്ലാഹ് ഞങ്ങളെ ഒരു പെണ്ണ് കിട്ടിയത് അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നെ ദിവ്യ അതേ സമയത്ത് പെണ്ണിന്റെ സ്വഭാവം ഇത് മോശമായി പോയി തന്നെ കണ്ടെങ്കിൽ മാപ്പിളെ പോറും ബീഡി വലിച്ചോണ്ട് ഇന്നവണ് പവറുമയ്യാവാണ്ട് പിന്നെ ഗാഞ്ച ബലിക്കോ തുടങ്ങി നമ്മയിലായിട്ട് ഒരു ആർത്തിങ്ങളാകുമ്പോൾ എന്തേ ഈ പെണ്ണിന്റെ സ്വഭാവ കാരണത്താൽ എത്ര ആൾമാരുണ്ട് പെഞ്ഞായുടെ കാരണത്താൽ ജീവന നരക സദൃശമായ ജീവനം അനുഭവിക്കുന്ന എത്ര ആണുമക്കളുണ്ട് എന്തിനാക്കളുടെ ബുഡോഗൊന്തില്ല മുത്തലാക്ക് വേണായിട്ട് ത്രിവളി തൊലാക്ക് വേണായിട്ട് എവിടെ കേസായി പോവാ ചൊല്ല പേടിയാവുള്ളൂ പിന്നെ ഇനി ജീവിക്കണക്കും സാധ്യത പോലിട്ടിക്കാൻ ഈ നിലക്ക് അല്ലേ അള്ളാഹു ഞങ്ങളെ പെണ്ണിങ്ങനെ സ്വാലിഹ്യങ്ങളിൽ സ്വാലിഹത്തായ പെണ്ണുമക്കളെ അള്ളാഹു പെടുത്തിട്ട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണ് ഒരു സ്ഥാനമാനവും ഇല്ലാണ്ട് ഒരു പെണ്ണിന്റെ കാലി ഒരു കാമത്തെ വസ്തുവായി കാണ്ടകനിക്കതെ മോശമായ സമുദായത്തെ മുന്നോലൂ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ സ്വാലിഹത്തായ പെണ്ണുണ്ടല്ലേ ഈ ദുനിയാവിൽ നിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അദ്ദുനിയാ കുല്ലു മതാഇൻ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ സ്വാലിഹത്തായ പെണ്ണുണ്ടല്ലേ സ്വഹാബ ദുനിയാവിൽ നിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് മോനെ ഈ ദുനിയാവിലുള്ള സകലതും ഈ ദുനിയാവിലുള്ള മുഴുവനും അത് നീക്ക് അനുഭവിക്കണു വേണ്ടിയുള്ളതാണെങ്കിൽ നീക്ക് തിന്നുണു വേണ്ടിയുള്ളതാണെങ്കിൽ നീ എന്തിനു വേണം കാക്കണുള്ളതാണെങ്കിൽ ഈ ദുനിയാവിൽ നിന്റെ സുഖത്തുകും ഈ ദുനിയാവിൽ നിന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു പഠിച്ചു തന്ന സമ്പത്തുകളിലെ ഏറ്റവും വില കെട്ടണു അസാധ്യമായ സമ്പത്തുണ്ടെങ്കിൽ അതൊരു സ്വാലിഹത്തായ പെണ്ണാണ് മോനെ അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുരെ ഈമാനുള്ള ഒരാള് അള്ളാഹുവിന്റെ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ലോകം അവസാനിക്കൊണ്ടു കൊണ്ടുവച്ചുള്ള ചിന്തനിക്കുണ്ടെങ്കിൽ നിന്റെ ബിരുദരെ ബഹുമാനിക്കണമോണ് ഏപ്രിലും മേ തിങ്കളല്ലേ മുട്ട വന്നോണ്ടുള്ളേ സ്കൂളും മദ്രസത്തും മറച്ച കിട്ടിയിട്ട് എല്ലാ സംബന്ധത്തെ ആളുമാറും ഔത്തുക പറമ്പത്തുകൊന്ന് ചിന്തിക്കണു പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലുടോ മോളെ അള്ളാഹുരൊട്ടിക്ക് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പാതിരജാവ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ സുബഹിക്ക് അള്ളാഹുവിന്റെ പള്ളിയിലെ മിനാരത്തിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം ചൊന്നു കേൾക്കുമ്പോത്തുകൂ എത്ര സുസ്തിന്നെങ്കിലും എങ്ങനത്തെ വറക്ക് വന്നെങ്കിൽ പോലും ആ വറക്കടയെല്ലാം വിട്ടിട്ടു അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണു നീനെ പായുടെ എണിച്ചിട്ട് ദയിക്കരുത് അള്ളാഹുവിന് വേണ്ടി നേരാണെങ്കിൽ നിന്റെ ഔത്തുക വന്ന ബിരുദരെ ബഹുമാനിക്കണു പെണ്ണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബന്ധകനിക്കത്തെ ഒരു മുസാഫിറാണെങ്കിൽ പോലും നിന്റെ ജാലിൽ ഇങ്ങനെ നടന്നോണ്ട് പോകേണ്ട ഒരു പെണ്ണുങ്ങള് താകാവിടോ ഒരു ഗ്ലാസ് തണ്ണി തരണോ ചൊന്നു നിന്റെ പടിപത്യെങ്കിൽ പോലും ആളെ ബഹുമാനിക്കണു പെണ്ണ് അള്ളാഹുവിന്റെ റസൂൽ ഇതിനെ പടിപാടുമ്പോത്തുകൂ ഒരു സ്വഹാബിയായ ഒരു അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബിരൗത്തുകൂ കുറേ സ്വഹാബത്തങ്ങ് ബിരുദറായി പോയാറ് ഒരുപാട് സ്വഹാബത്ത് ബിരുദറായിട്ടൊരു സ്വഹാബിരൗത്തുകൂ പോയപ്പോ ആ സ്വഹാബി അയാളെ പെഞ്ഞായി നല്ല നല്ല ഭക്ഷണങ്ങളാക്കി കൊടുക്കൂടൂ
കഞ്ഞത് ബിരുന്ദരല്ലേ, ഔത്തുക പറഞ്ഞത് ബിരുന്ദരല്ലേ. ആ ബിരുന്ദരെ ബഹുമാനിക്കൽ ഈമാന്റെ ഭാഗാട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നുല്ലേ. അതുകൊണ്ട് ആ സ്വഹാബിരെ പെഞ്ഞായി നല്ല നല്ല ഭക്ഷണങ്ങളാക്കി തയ്യാറാക്കി വയ്ക്കുമ്പോ ആ സ്വഹാബിയതാ ഈ പറഞ്ഞ ബിരുന്ദർക്ക് ചന്തത്തിൽ വിളമ്പി കൊടുക്കുമ്പോ തുകൂ അവിടെ ചെറിയ ഒരു ചന്തത്തെ കിടാവുണ്ടോ, അകലവത്തിലും നല്ല ഒരു കിടാവുണ്ടോ. ആ കിടാവതാ ബിരുന്ദർക്ക് ഭക്ഷണത്തെ ഒട്ടിക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കൂ. എന്നിട്ട് ആ വെച്ചകനിക്ക് ഗ്ലാസ് തന്നി വീറ്റ് കൊടുക്കൂ. ആ ബിരുന്ദരെ സഹായിക്കണു. ബാപ്പരൊട്ടിക്ക് മുമ്മരൊട്ടിക്ക് കൂടുമ്പോ തൂകൂ വന്യ സ്വഹാബത്തുക വല്ലാത്ത അത്ഭുതമാ. സുബ്ഹാനല്ലാഹ്, ഇത്തര ചില കിടാവ് അങ്ങനെ സുധരിച്ചുകൊണ്ടുണ്ടല്ലേ. എന്ത് നല്ല സ്വഭാവമാണ്, എന്തൊരു സ്വഭാവമാണ് കിടാവിടേത്. സുബ്ഹാനല്ലാഹ്, ബാപ്പ സുധരിച്ചതുപോലെ ഈ കിടാവിടെ ഉമ്മ സുധരിച്ചതുപോലെ ഈ കിടാവും അങ്ങനെ സുധരിച്ചുകൊണ്ടുണ്ടല്ലേ ചൊന്നു നബി തങ്ങനെ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോകുമ്പോത്തുകൂ. അണ്ടത അസറ ഞാറായോണ്ട് പറമ്പത്തുകൂ ആ കിടാവ് മേല് പറ്റിയിട്ട് സ്ലാബിടെ കീഴിൽ പോകുന്നു മരണപ്പെട്ടു പോയിത്തേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കിടാവിടെ ബാപ്പ നേരെ ഓടിയിട്ട് സ്വന്തം പെഞ്ഞായിരട്ടിക ചൊല്ലൂടോ, മോളെ നീ സബുറെടുക്കണം മോളെ, ഞങ്ങളെ കിടാവ് മരണപ്പെട്ടത് ഒരാളുകും ഗൊന്താ കൊടുകുതീറ പെണ്ണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ഔത്തുക വന്ന ബിരുന്ദർക്ക് ഞങ്ങളെ കിടാവ് മരണപ്പെട്ടു പോയത് ഗൊന്താപണുകുതീറ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നുല്ലേ, നിന്റെ ഔത്തുക വന്ന ബിരുന്ദരെ നീ ബഹുമാനിക്കുന്നോട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നുല്ലേ. ഞങ്ങളെ ഔത്തുക വന്ന ബിരുന്ദർക്ക് മീത് ഞങ്ങളെ കിടാവ് മരണപ്പെട്ടു പോയത് ഗൊന്തായെങ്കിലേ അങ്ങക്ക് പിന്നെ നിന്റെ ഔത്തുല് തിന്നുണുകാവില്ല. കുടിക്കുണുക്ക് കൊടുത്തെങ്കിലും അങ്ങക്ക് കുടിക്കുണുക മനസ്സ് വരാല. സുഖമായിട്ട് ഉറങ്ങണായ ജാബുക്ക് അങ്ങക്ക് കിടന്നെങ്കിലും ഉറക്ക് വരാല. അതുകൊണ്ട് നിന്റെ ഔത്തുക്ക് വന്ന് ബിരുന്ദർക്ക് തൊന്തരായി പോവൂ ചൊന്നിട്ടു സ്വന്തം കിടാവിടെ മയ്യത്തിനെ പോലും ഒരു ഭർത്താവ് മറച്ചു വയ്ക്കുന്നു തീരുമാനിക്കുമ്പോത്തുകു ആ കിടാവിടെ ഉമ്മ പോലും സബുറ് ചെയ്തില്ല പെണ്ണ്. എന്നിട്ട് ആ ബിരുന്ദര ജാബുക്ക് കിടക്കിട നേരത്തില് ഉച്ചകനങ്ങ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ സഹായിച്ചേ അങ്ങനെ സുധരിച്ച കിടാവുണ്ടല്ലേ. എന്തേ ഇത്തര ഞാറായിട്ടും കാണ്ടില്ലാണ്ട് കേൾക്കുമ്പോ തൂകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി ചൊല്ലോടു കിടാവ് നേരത്തെ ഉറങ്ങി പോയിത്തേ. തന്റെ കിടാവുണ്ട് വേഗം ഉറങ്ങി പോയിത്തേ. സ്വന്തം കിടാവിടെ മയ്യത്തിനെ പോലും ഒടിപ്പാടിയിട്ട് ബിരുന്ദരെ സുധരിക്കുമ്പോ തൂകൂ ആ ഉമ്മ പോലും സബറെടുത്തില്ല മോളെ. എന്നിട്ട് പിറ്റാണ്ട് സുബൈക്ക് വന്ന ബിരുന്ദർ പോണുക തീരുമാനിച്ച സമയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിലൊട്ടിಗೆ ആ സ്വഹാബി ചൊല്ലുടോ രണ്ടൊന്നും മാഫാക്കുന്നു. നാണ് നിങ്ങളിട്ടൊരു കളവ് ചൊന്നര സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിലൊട്ടിಗೆ ഒരു കളവ് ചൊന്നേക്കും മാഫ് കേൾക്കുമ്പോത്തുകോ എന്ത് കളവാണ് നിങ്ങൾ ചൊന്നുരേറ്റ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് കേൾക്കുമ്പോ ഈ സ്വഹാബി നിറഞ്ഞ കണ്ണുകളുമായിട്ട് ചൊല്ലുടോ നിന്റെ കിടാവിന്നലെ അസറക മരണപ്പെട്ടു പോയിരേ. വന്യ ബിരുന്ദരെല്ലാരും ഉൾപ്പെടുക തുടങ്ങിയാറ്. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ട് ഇതിന് നിങ്ങൾ ചൊല്ലാത്തേ? ആ സ്വഹാബി ചൊല്ലുടോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത് കേട്ടില്ലേ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. മോളെ നീ അല്ലാഹുവിനെ വിശ്വസിച്ച പെണ്ണാണെങ്കിൽ, നീ അല്ലാഹുവിന്റെ വിശ്വാസം ഇന്നെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നിന്റെ ഔത്തുക വന്ന ബിരുന്ദരെ ബഹുമാനിക്കുന്നോട് നബി തങ്ങൾ ചൊന്നുല്ലേ. ആ ബിരുന്ദരെ നാണെങ്ങനെ ബേജാറാക്കി പാട്ടണോ? അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന സുന്നത്തിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പടിപാടി ആവറും നടപടിയിലെ നാട് നടക്കണു വേണ്ടിയിട്ട് സ്വന്തം കിടാവിടെ മയ്യത്തിനെ പോലും മറച്ചു വെച്ച് നിന്റെ മാഫാക്കുന്നോട് നബി തങ്ങൾ സ്വഹാബി ബാക്കിയുള്ള സ്വഹാബത്തിനടുക്ക് ചൊല്ലുമ്പോത്തുകൂ ഈമാനുള്ള പെണ്ണ് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണു വേണ്ടി വന്ന പെണ്ണുമക്കളല്ല. ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പള്ളിക്കോറോ ബലിയാസരനും വേങ്ങുണുക വേണ്ടി വേണ്ട മുസാഫിരിങ്ങളില്ലേ? ആ മുസാഫിരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ഭർത്താക്കന്മാർ ഔത്തുകു കൂട്ടിക്കൊണ്ട് പറമ്പത്തുകൂ. അങ്ങനെ സുധരിക്കണുക യാറാവിടെ പെണ്ണുമക്കളില്ലേ? അങ്ങനെ സുധരിക്കണുക യാറാവിടെ ഉമ്മമാരില്ലേ? അല്ലാഹുവിന്റെ ദീന് ചൊന്നു കൊടുക്കുരകൻകത്തെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തെ പടിപാടി കൊടുക്കണുക വേണ്ടിയിട്ട് നീനും നിന്റെ ഭർത്താവും ജവാബ്ദാരി ഉള്ളകൻകത്തെ നിന്റെ സ്വന്തം മക്കളെ അല്ലാഹുവിന്റെ ദീന് ചൊന്നു കൊടുക്കുന്ന ഉസ്താദന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കി കൊടുക്കണുക മടിക്കടെ ഉമ്മമാരില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ പെണ്ണ് നിന്റെ ഉത്തുകു വന്ന് ബിരുന്ദര നിന്റെ കാരണത്തിലും ഇത് ബേജാറായാറുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുടെ ശാപമുണ്ട് മോളെ.
അതാണ് ചൊന്നൊരു പെണ്ണിന്റെ സ്വഭാവം നല്ല ഇന്നെങ്കിൽ ആ കുടുംബത്തിന് വലിയ നെമ്മതിയാണ്, ആ കുടുംബത്തിന് വലിയ ഒരു സന്തോഷമാണ്. കുടുംബമുണ്ട് സുബ്ഹാനല്ലാഹ്. എത്ര കുടുംബങ്ങളുണ്ട് ഉസ്താദേ, ഞങ്ങളെ ചെറിയലവണ് ഒരു പെണ്ണു കൂടെ വന്നിട്ട് യാ അല്ലാഹ് ഞങ്ങൾ അവല്ല കളകമ്പുലായി പോയിട്ടുണ്ട്. ഇത്ര ആളുമാരുണ്ട് ഇങ്ങനെ ചൊല്ലണം അല്ലേ. ഇന്ന് ഞങ്ങളെ മോണുകല്ലേ എൻ്റെ ഇലവണ് ഒരു പെണ്ണു കൂടെ വന്നിട്ട് പടച്ചോനെ ഇടീ ഞങ്ങളെ കുടുംബ ചിന്തി ചിത്രാന്നായി ഇങ്ങനെ ചൊല്ലൂടെ എത്ര ആളുമാരുണ്ട്. സ്വന്തം ഭർത്താവുക പോലും നെമ്മതി കൊടുക്കാത്ത പെണ്ണുമക്കൾ. എന്തുകൊണ്ട്? അള്ളാഹുടെ ദീൻ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഇസ്ലാം എന്തിനേണ്ട മനസ്സിലാക്കാത്തത് കൊണ്ടും. ഞങ്ങളെല്ലാവരും വെറും നാമധാരി മുസ്ലിമീങ്ങളാണ്. നെയ്യപ്പ പോലെയാണ്. ഞാൻ പല വാഴ മജ്ലിസിലും ഞാൻ ചൊല്ലുന്നു കൊണ്ട് എൻ്റെ നെയ്യപ്പ പോലെ നെയ്യുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അപ്പ, പേരിൽ മാത്രം നെയ്യ് അല്ലേ. നെയ്യപ്പത്തെ നെയ്യിൽ കാച്ചിരമ അതല്ല, അത് സൺഫ്ലവർ അല്ലെങ്കിൽ ഒരു പല ഒരു ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മങ്ങിലത്തെ ഹോളിൽ കോഴി കാച്ചിട്ട് ഒഞ്ഞ കനക്കത്തെ എണ്ണയെല്ലാം കാച്ചിരി നീ ബേക്കറിലെല്ലാം കായ്ക്കിற നെയ്യപ്പാകുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങനെ ഏതെങ്കിലും ഒരു മങ്ങിലത്തിൽ കാച്ചിട്ട് ഒഞ്ഞ കനക്കത്തെ എണ്ണയുടെ കൊണ്ട് വന്നിട്ട് കൊറോടിക്ക് അങ്ങ് വിത്തിട്ടാകുമ്പോഴത്തേക്ക് അവിടെ പക്വാണം മാറി ആ എണ്ണയിൽ കാച്ചിട്ട് നെയ്യപ്പത്തെ പാക്കാക്കി വിൽക്കുമ്പോഴത്തേക്ക് ആ പേരിൽ വല്ലാത്തൊരു നെയ്യപ്പ ചൊല്ലുമ്പോഴത്തേക്ക് പേരിക്കണു. ഇതിൽ ഇപ്പോൾ പുളിഞ്ഞെങ്കിൽ നെയ്യ് തൂയിട്ടുണ്ട്. നെയ്യുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കനക്കത്തെ, ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കനക്കത്തെ വെറും പേര് കൊണ്ടിട്ട് മാത്രം മുസ്ലിം. അതിലൊന്നും അങ്ങനെ പെണ്ണുമക്കൾ എത്രത്തോളം മുൻതുവരിഞ്ഞു വെച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്. പഴയ കാലത്തിൽ ഞങ്ങൾ ഉമ്മമാർക്ക് ഒരു സ്വഭാവം എന്ത്, ഒരു കിടാവും ഈ തായി പോയെങ്കിൽ ആ കിടാവുക നല്ലൊരു പേര് ഉപയോഗിക്കണമെങ്കിൽ നേരെ പള്ളിക്ക് കിടത്തു ഉസ്താദിരൊട്ടിക്കൊന്ന് കേട്ടുവാ, ഉസ്താദിരൊട്ടിക്കൊന്ന് കേട്ടുവാ. ഇണ്ട് ഞങ്ങളെ പെണ്ണുമക്കൾ എത്രക്കും മുൻതുവരിഞ്ഞിട്ട് ചൊന്നെങ്കിൽ മലങ്കന കിടന്നിട്ട് നിഫാസുകാർത്തിയായ ഒരു വഖത്തിലെ നിസ്കാര പോലും നിസ്കരിക്കാൻ നിർബന്ധമില്ലാത്ത പെണ്ണ് മലങ്കന കിടന്നിട്ടുള്ള മൊബൈലിൽ തേടിയിട്ട് പേര് വയ്ക്കരുത്. ഇന്നലെ ചിലപ്പോൾ 4-5 പേര് എഴുതിയിട്ട് ഉസ്താദ് കടത്തണം, ഉസ്താദ് ഇതിൽ വന്ന് അർത്ഥം ചൊല്ലോറുണ്ട്. അല്ലെങ്കിൽ ഉസ്താദിന്റെ പേര് കേട്ടെങ്കിലും ഓപ്ഷൻ കേൾക്കും 5-6 പേര് തരും, ഞാൻ വേണ്ടത് സെലക്ട് ആക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ, എവിടേക്ക് മുൻപ് പറഞ്ഞു പോയി. പല കാലത്തെ പേരും ഇത് അബ്ദുള്ള അബ്ദുറഹ്മാൻ ചൊല്ല പേര് കൊടുത്തെങ്കിൽ ഞങ്ങൾ ഉമ്മമാർ ചൊല്ല. ആണികളല്ല പെണ്ണുങ്ങളെ കാരണം നിയന്ത്രണം. ആണിങ്ങ വെറും കിട ഉണ്ടാക്കിയ മാത്രം എന്തോ ഇല്ല. ഇതിനിടയ്ക്ക് ഒരു മൊത്തം ഗുൽമാലായിട്ട് അവസാനം തലാക്ക. എന്ത് കാരണം? അബ്ബ ചൊന്ന പേര് വെച്ചിട്ടില്ല ഓരോ ഉമ്മ. പെത്തകനിക്കത്തെ പെണ്ണ് ആ കിടാവിടെ ജന്മത്തിന് കാരണമായ ബാപ്പ ചൊന്ന പേര് ബേക്കാത്തേക്ക് ഗുൽമാലായിട്ട് അവസാനം തലാക്കൽ അവസാനിച്ചു. ഒരു ലോയർ എൻ്റെ അടുത്ത് ചെന്ന് ഉസ്താദ് എവിടെ എത്തിപ്പോയിരുന്നെങ്കിൽ അതൊന്നും നിങ്ങൾ വയലുക്ക് പോകേണ്ട ആളല്ലേ, ഒന്ന് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുമോ. ഒരു കിടാവുക്ക് പേര് ബേക്കിന്റെ ജവാബ്ദാരി ആർക്കാണല്ലോ ഉമ്മ. നീ മലങ്കന കിടന്നിട്ട് നീ ബേക്കണായതല്ല പേര് ഒരു ബാപ്പയാണ്. എന്നിട്ട് എന്തിനീ മതി മറന്നു പോയി. എന്ത് പേരാണ് പഴയ കാലത്തിലുള്ള ഞങ്ങളെ ബാപ്പമാർക്ക്, ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ പൂർവികന്മാരായ അലിമീങ്ങൾക്ക് നല്ല നല്ല ചന്തത്തെ ഫാഷന്റെ പേര് ബേക്കണക്ക് തെരിയാത്തത് കൊണ്ടാണ് ഉമ്മ. എത്ര ഉമ്മമാരുണ്ട് സുബ്ഹാനല്ലാഹ്. നല്ല ഒരു പേര് ചൊന്നെങ്കിൽ ഉസ്താദേ ആ പേര് നിന്റെ നിരനോണ് കൊണ്ടു, ആ പേര് നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കൊണ്ടു, ലോകത്തിൽ ഒരാളുമില്ലാത്ത പേര് നിന്റെ മക്കകാവണോ ചൊന്നിട്ടു ആഗ്രഹിക്കടെ ഉമ്മ. അല്ലാഹുവിന്റെ റസൂലുകു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊന്ന പേരല്ലേ അബ്ദുല്ലാഹ്. റസൂലുകളുടെ പേരാണ് അബ്ദുള്ള. സ്വന്തം ബാപ്പയുടെ പേര് അബ്ദുള്ള. അള്ളാഹുവിന്റെ റസൂലിന്റെ ബാപ്പയുടെ പേരല്ലേ അബ്ദുള്ള. അള്ളാഹുവിന്റെ റസൂലുക പോലും അള്ളാഹു വെച്ച പേരാണ് അബ്ദുള്ള. ബാപ്പയുടെ പേര് മക്ക ബേക്കറിയിൽ എന്ത് തൊന്തരല്ലേ. സ്വന്തം ബാപ്പയുടെ പേര് മോണുക ബേക്കാണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പടിപാട്ടം ഒത്തുകു നെരടെ ഉണുക കുടുംബത്തെ ഉണുക. ഇന്റെ എത്രത്തോളം എത്തിച്ചു നിങ്ങൾ ഒരു പെണ്ണുക്ക് നമ്പല ബന്ത് ദൂരക്കോർ ഉസ്താദെ ചെല്ലും ഉസ്താദ് കൈക്കാൽ പേരൊക്കെ തുടങ്ങിയത് എന്തേ ഉസ്താദിന്റെ മേലെ ആരോപണം പറഞ്ഞിട്ടല്ല. ഇനി ഇതൊക്കെ പേര് തേടെ ഈ കിതാബിന്റെ പേര് തേടിയോടെ ഉസ്താദിന്റെ കൈകാല വരക്കോ തുടങ്ങി. ആ നിലയ്ക്ക് എത്തിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, നീന് നൊമ്പർ അനുഭവിച്ചിട്ട് നീന് പ്രസവിച്ച കിടാവ് ഒരു നല്ല പേര് ബേക്കണുക ഇല്ലാണ്ട് കണ്ടെങ്കിലേ നിന്റെ ഉപകാരത്തിന് കിടാവ് കിട്ടാല ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ഒരു കിടാവ് സ്വാലിഹാവണെങ്കിലേ, ഒരു കിടാവ് നിന്റെ പ്രയോജനത്തിന് ദുനിയാവിലും ആഖിറത്തിൽ കിട്ടണമെങ്കിലേ ആ കിടാവുക നല്ല പേര് ബേക്കണു ബാപ്പാ. അല്ലാഹുവിന്റെ പേരിൽ വെച്ചിട്ട് നീന് ബേക്കയുടെ പേരിൽ വെച്ചിട്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലുടു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ അല്ലാതെ അല്ലാഹുവിന് പിന്നെ
ഇനിയുമുള്ള 97 പേരുണ്ടല്ലേ, ആ പേര് അബ്ദു കൂട്ടി ബേക്കർ അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. എന്നിട്ട് അത് മാത്രമല്ല, സ്വാലിഹീങ്ങളായ ആളുമാരെ പേര് ബേക്കണോ. അള്ളാഹുടെ പേര് ചൊന്നെങ്കിൽ പോലും, അബ്ദുർ റഊഫ് ചൊല്ല പേര് ചൊന്നെങ്കിൽ പോലും ഉസ്താദെ അതൊക്കെ നല്ല അർത്ഥം ഉണ്ടാണ്ട് കേൾക്കുന്ന പെണ്ണുങ്ങളില്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ പേര് ചൊന്നെങ്കിൽ പോലും ഉസ്താദ് ഇതൊക്കെ നല്ല അർത്ഥം ഉണ്ടാക്കിയ പെണ്ണുങ്ങളുണ്ടോ? ഈമാനുള്ള പെണ്ണ് തന്റെ വിഷയത്തെ റൂട്ടുന്നാണ് മാറ്റില്ല. അള്ളാഹുടെ റസൂല് ചൊല്ലുടു, ഒരു പെണ്ണ് നല്ല എങ്കിലേ ഈ സമുദായം നല്ല വിടുണ്ട്. അള്ളാഹുടെ റസൂല് പടിപാടിയിട്ടുണ്ടെങ്കിൽ എത്രയോ നബിമാര്, എത്രയോ സ്വാലിഹീങ്ങള്, എത്രയോ ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും നബിമാരെയും പെടക്കാക്കണക്ക് വേണ്ടി അങ്ങനെ ശത്രുക്കൾ ഉപയോഗിച്ചത് പെണ്ണുങ്ങളെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ വ്യഭിചാരത്തെ ആരോപണം ഇടണക്ക് വേണ്ടിയിട്ട് മൂസാ നബിയുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഖാറൂനു ചൊല്ലിയ വലിയ ഒരു പണക്കാരന് മൂസാ നബിയുടെ മേൽ വ്യഭിചാരത്തെ ആരോപണാക്കില്ലേ. അള്ളാഹുവിന്റെ വലിയായ ബനൂ ഇസ്രായേലിൽപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുടെ വ്യഭിചാരത്തെ ആരോപണമിട്ട് കൊടുക്കില്ലേ. അള്ളാഹുവിന്റെ വലിയുടെ റോഡിലിട്ട് അടിച്ചില്ലേ. എത്ര മഹാന്മാരുണ്ടോ, എത്ര ഔലിയാക്കന്മാരുണ്ടോ അങ്ങനെ റൂട്ട് തപ്പാട്ടിനൊക്കെ വേണ്ടിയിട്ട് ആ സമുദായത്തെ മോശമായ ആളുമാർ പെണ്ണിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ റസൂൽ ചൊല്ലുടെ സ്വഹാബാ, നിന്റെ അനന്തരം നിന്റെ സമുദായം ഏറ്റവും പേടിക്കൊണായത് പെണ്ണുങ്ങളെയാണ്. അള്ളാഹുടെ റസൂൽ ചൊല്ലുടു, നിന്റെ ഉമ്മത്തിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം എന്തിരകുന്നുണ്ട്, അള്ളാഹു പടച്ച പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നുരേ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുരേ, ഇന്നഹുന്ന ഖുലിഖന മിൻ ദിലലിഹിന്ന, അല്ലാഹു വളഞ്ഞ എല്ലിൽ നിന്നിട്ടാണ് പെണ്ണുങ്ങളെ പടച്ചിരേ. ആദം നബി കിടന്നുറങ്ങിയ സമയത്തിൽ ജിബ്രീലിട്ട് അല്ലാഹു ചൊല്ലുടാ, ജിബ്രീലേ ആദം നബിയെ പടച്ചില്ലേ, ആദം നബിക്കൊരു ജത വേണ്ടേ, ആദം നബിക്കൊരു ഇന വേണ്ടേ, ആ ഇനയുടെ സൃഷ്ടിക്കണക്ക് വേണ്ടിയിട്ട് മണ്ണ് വേണ്ട, ആദം നബിയുടെ മുതുടെ ഭാരയുടെ ഒരു മുള്ളുടെ ഊരി തരു ജിബ്രീലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോത്തുകു, അല്ലാഹു ചൊല്ലുമ്പോത്തുകു മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബിയുടെ പക്കലുടെ ഭാരയുടെ മുള്ളുടെ ഒരു മുള്ളുടെ മെല്ലെ ഊറുമ്പോത്തുകു അല്ലാഹു ഹവ്വാ ബീവിയെ പടച്ചു ദൈപ്പാട്ടില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു സ്വഹാബാ, ഹവ്വാ ബീവിയെ അല്ലാഹു പടച്ചത് വളഞ്ഞ കനികത്തെ, ബെണ്ടായ കനികത്തെ, ഒടിഞ്ഞുപോയ ഭാരയുടെ മുള്ളിൽ നിന്നാണ്. അതുകൊണ്ട് പെണ്ണുകൾ സ്വഭാവത്തിലും അങ്ങനത്തെ ഒരു വക്രതയ്ക്കോ, അതുകൊണ്ട് സൂക്ഷിക്കണേ സ്വഹാബാ, അല്ലെങ്കിൽ കുടുങ്ങി പോവാറ് സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പഠിച്ച പെണ്ണുമക്കളില്ലേ, അല്ലാഹുവിന്റെ റസൂലെ ഹദ്റത്ത് പോയിട്ട് ചൊല്ലുടേ, യാ റസൂലല്ലാഹ് നബിയേ, ദുനിയാവിലെ ഏറ്റവും ഖൈറായ പെണ്ണാറ് നബിയേ. ഏതെങ്കിലും ഒരു ആണുമക്കളെ, പാവപ്പെട്ട ആണുമക്കളെ പിഴപ്പിക്കിടക്കാൻ പെണ്ണുമക്കളില്ലേ, മോളെ നീ ഹൈബ്രോ ഷേപ്പാക്കി നടക്കുമ്പോത്തുകൂ എത്ര നല്ല ഈമാനധാരിയായ ആളാണെങ്കിൽ പോലും നിന്റെ സൗന്ദര്യത്തെ കണ്ട് നിന്റെ പിറകെ വന്നില്ല പെണ്ണ്, എങ്ങനത്തെ ഉണ്ട് വേണമെങ്കിലും മങ്കമറുളാക്കണു നിന്റെ കൊണ്ട് സാധ്യമാവൂടല്ലേ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, നിന്റെ സമുദായത്തിലുള്ള 2 വിഭാഗമുണ്ടല്ലേ, അല്ലാഹുടെ സ്വർഗം അങ്ങക്ക് ഹറാമാണ് സ്വഹാബാ. അല്ലാഹുടെ സ്വർഗം ഹറാമുണ്ട് മാത്രമല്ല, ആ സ്വർഗത്ത് ഒരു കമ്മണമുണ്ടു, കാലി ഒരു സെന്റിട്ട ഒരു മനുഷ്യന് സെന്റിട്ടവണു അങ്ങനെ എതിരളിങ്ങനെ പാസ്സായി പോകുമ്പോത്തൂകൂ അവനിട്ട് സെന്ററെ കമ്മണ എങ്ങനെ ഞങ്ങൾക്ക് ബറുവാ. അതുപോലെ അല്ലാഹുടെ സ്വർഗത്തെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമ്പോത്തൂകൂ എത്രയോ ലക്ഷ കിലോമീറ്റർ ദൂരെ വരേക്കും സ്വർഗത്തിന്റെ കമ്മണടിക്കരു സ്വഹാബാ. പക്ഷേ ആ കമ്മണയുണ്ടല്ലേ തന്റെ സമുദായത്തിലെ 2 വിഭാഗത്തിന് നിഷിദ്ധമാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ സ്വർഗത്തേക്ക് കടക്കില്ലാണ്ട് മാത്രമല്ല, ആ സ്വർഗത്തെ മണ പോലും നിഷിദ്ധമായ 2 വിഭാഗമുണ്ടോ. അതിലെ 2ാമത്തെ വിഭാഗമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, നിസാഉൻ കസീ
കാസിയാത്തുൻ ആരിയാത്ത്, ഔറത്ത് മറച്ചിട്ട് പോലും ശരീരത്തെ വെളിവാക്കട പെണ്ണുമക്കളാണ്. മുമീലാത്തുൻ മായിലാത്തും, ഏതൊരാണ്ടെയും ആകർഷിപ്പിക്കടക്കാൻ വസ്ത്രധാരണ നടത്തിറക്കാൻ പിന്നെ ഒരാളുടെ ഈമാനെ പഠിപ്പിക്കണ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണുമക്കളില്ലേ മോല. നിന്റെ തടിരെ നീന് ചരിച്ചിട്ടും കുലുങ്ങിട്ടും മറുഭൂമിയിൽ വണ്ട നടക്കുന്നത് പോലെ, നല്ല ഒരു ഗണം ചുമന്ന വണ്ട നടക്കുന്നത് പോലെ നിന്റെ ശരീരത്തെ ചരിച്ചിട്ടും കുലുക്കിട്ടും നീനെ നടന്നില്ല പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു റൂസുഹുന്നക അസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ, വണ്ടയുടെ മുതലൊരു എത്തരത്തെ ജാഗ ഇന്നത് പോലെ തലനുറോടി മുടി വെച്ച് കെട്ടി നടക്കുന്ന പെണ്ണുമക്കളാണ്. ലാ യദ്ഖുലുൽ ജന്നത, അല്ലാഹുവിന്റെ സ്വർഗ്ഗം മകൾക്ക് നിഷിദ്ധമാണ് സ്വഹാബ. വലാ യജിദന റീഹഹാ, സ്വർഗ്ഗത്തെ മണ പോലും മകൾക്കില്ല സ്വഹാബ.